നിയമസഭയിലെ കലുഷിതമായ അന്തരീക്ഷത്തിലും തനിക്കെതിരെ ഉയർന്ന കടുത്ത വിമർശനങ്ങൾക്കും പിന്നാലെ തുറന്ന പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കുട്ടനാട് അവധി വിവാദം, ഉമാ തോമസ്, മുൻ മന്ത്രി കെ രാജൻ എന്നിവരുമായി ബന്ധപ്പെട്ടുണ്ടായ സഭാ വിവാദങ്ങളിലാണ് സ്പീക്കർ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ വിശദീകരണം നൽകിയത്. കുട്ടനാട് അവധി വിവാദത്തിൽ ശ്രദ്ധേയമായ പ്രതികരണമാണ് തിരുവഞ്ചൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നിയമസഭയിൽ ഇത് പവർഫുൾ മൈക്കാണ്, ചില കാര്യങ്ങൾ കേട്ടെന്നിരിക്കും. നിയമസഭയുടെ രേഖയിൽ വരുന്നതിന് മാത്രമാണ് പ്രാധാന്യമുള്ളത്. ഇരിക്കുന്ന സീറ്റിലിരുന്ന് സംസാരിച്ചാൽ മാത്രമേ നിയമസഭാ രേഖകളിൽ വരൂ. മൈക്ക് ഓഫ് ആകുമ്പോൾ എന്തെല്ലാം പറയും? വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പുറത്ത് മറ്റൊരു വിശദീകരണം വേണ്ടെന്നും നിയമസഭാ രേഖയിൽ മുഖ്യമന്ത്രി അവസാനം പറഞ്ഞ കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സഭയിൽ താൻ നടത്തിയ ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായി തങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നുവെന്ന കെ രാജന്റെ ആരോപണത്തിനും സ്പീക്കർ കൃത്യമായ മറുപടി നൽകി. മുൻ മന്ത്രിയായ കെ രാജനെ താൻ എപ്പോഴും സഭയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ മറുപടി. സഭയുടെ നടുത്തളത്തിൽ ചിലർ ഓളം വെട്ടി നടക്കുന്നുവെന്ന് താൻ വിമർശിച്ചത് കോൺഗ്രസ് MLA ഉമാ തോമസിനെ ഉദ്ദേശിച്ചല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉമാ തോമസ് അവരുടെ കൃത്യമായ സീറ്റിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. അവരുടെ മുന്നിലൂടെ അനാവശ്യമായി നടന്നുപോയ ചില അംഗങ്ങളെയാണ് താൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചതെന്നും സഭയിൽ ഏറ്റവും മികച്ച ജനപ്രതിനിധികളിൽ ഒരാളാണ് ഉമാ തോമസ് എന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. അങ്ങനെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് സ്പീക്കർ നൽകിയത്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. നിയന്ത്രണം അങ്ങനെ കടുത്ത നിയന്ത്രണമൊന്നുമില്ല. സഭയിൽ വരുന്ന ആളുകൾക്ക് വരികയും ചെയ്യാം, കാര്യങ്ങളെല്ലാം പങ്കെടുക്കുകയും ചെയ്യാം. പക്ഷേ അതിനകത്ത് ഒരു റീസണബിളായിട്ടുള്ള നിയന്ത്രണം വേണമെന്നുള്ളതാണ്. അത് അവിടെ വരുന്ന ആളുകൾക്ക്, ബഹുജനങ്ങൾക്ക് ആർക്കും ഒരു വിഷമമില്ലാത്ത രൂപത്തിൽ നമ്മളത് മാനേജ് ചെയ്യുകയും ചെയ്യും. സഭയല്ലേ, അത് ജനങ്ങളുടെ വകയാണ്, അവർക്കും കാണാം. പക്ഷേ കാണാൻ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു സൗകര്യം കിട്ടണ്ടേ, അതിനുള്ള നിയന്ത്രണം മാത്രം. ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടിട്ട് അദാനി ഗ്രൂപ്പ് പറയുന്ന കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് CM അത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെ കത്ത് കൊടുത്തു? ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഖ്യമന്ത്രി അത് നിയമസഭ തന്നെ പറഞ്ഞല്ലോ. കേരള ഗവൺമെൻറ് അറിയണം, ഇന്ത്യ ഗവൺമെൻറ് അറിയണം. കേരള ഗവൺമെൻറ് കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ഞാൻ ആ സ്റ്റാൻഡ് തന്നെ പൂർണ്ണമായി വിശ്വസിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും സംസ്ഥാനത്തെ ഗവൺമെൻറ് കൂടി അറിയാതെ, ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് യഥാർത്ഥത്തിന് അതിന് ചുറ്റുവട്ടത്തുള്ളത്. ഇവിടെ കോവളം പ്രോജക്റ്റിന് അതിൻ്റെ ആദ്യത്തെ ഡയർ ബോർഡിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാനും. നമ്മളുടെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ചെയർമാനും ഞങ്ങൾ ഡയർ ബോർഡ് മെമ്പേഴ്സ് ആളുകളും അങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അതിനൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. കാരണം ഈ ഭൂമി അന്യാധീനപ്പെട്ടു പോകരുത്. അത് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് സംസ്ഥാന ഗവൺമെൻറ് അറിയണം, അതോടൊപ്പം ഇന്ത്യ ഗവൺമെൻറ്റും അറിയണം. അത് രണ്ടും അറിഞ്ഞാണ് പോകുന്നു എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യാണ്. ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അങ്ങനെ അദാനി ഒരു കത്ത് ലഭിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സർക്കാരിൻ്റെ നിലപാട്? അത് ഗവൺമെൻറ്റാണ് പറയേണ്ടത്. ഗവൺമെൻറ്റാണ് പറയാൻ. ഞാൻ നിയമസഭയിൽ നടന്ന ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള എൻ്റെ ഒബ്സർവേഷനാണ് പറഞ്ഞത്. ബാക്കി പറയേണ്ടത് ഗവൺമെൻറ്റാണ്. അങ്ങനെ ഇത്രയും വലിയൊരു ഓഹരി 49% കൈമാറി കഴിഞ്ഞാൽ അത് സംസ്ഥാന താല്പര്യം പിന്നെ അവിടെ ഉണ്ടായിരിക്കുമോ? അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ് അറിയാതെ സാധ്യമല്ല എന്ന് പറഞ്ഞത്. അതിൽ നമുക്ക് അടിയുറച്ച് നിൽക്കാം. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഭൂമി കൊടുക്കുക, അതിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ആ പർപ്പസ് മാറി ആ ഭൂമി അവരുടെ കയ്യിൽ മാത്രമായി മാറുന്ന ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല. അങ്ങനെ ചില പ്രോജക്റ്റുകൾ കേരളത്തിലുണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. കാരണം കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതല്ലല്ലോ നമ്മളുടെ ജോലി. അതുകൊണ്ട് ഒരു പർപ്പസിന് വേണ്ടി ഗവൺമെൻറ് കൊടുത്താൽ, ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കൊടുത്താൽ ആ എഗ്രിമെൻറ്റ് പാലിച്ച് പോകണമെന്ന് മാത്രമല്ലേ മുഖ്യമന്ത്രി പറയുന്നുള്ളൂ. അത് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത നിലപാടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ സഭയിൽ പലപ്പോഴും ഈ മൈക്ക് ഓണാക്കി വെക്കുന്നതിലും ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന അങ്ങനെ ഒരു വൈറലായി ട്രോളുകളൊക്കെ വരുന്നുണ്ട്. ഇല്ല, മൈക്ക് ഓണായി വെക്കുന്നതല്ല. ആ മൈക്ക് ഇത് വളരെ പവർഫുൾ മൈക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചിലപ്പോൾ കേട്ടുവന്നിരിക്കും. പക്ഷേ റെക്കോർഡിൽ വരുന്നത് എന്താണെന്നുള്ള പ്രശ്നം, നിയമസഭയ്ക്കകത്ത് ഒരു സീറ്റ് മാറിയിരുന്ന ഒരാൾ പ്രസംഗിച്ചാൽ പോലും അവരുടെ പ്രസംഗം റെക്കോർഡിൽ വരികയില്ല. അവരിരിക്കേണ്ട സ്ഥലത്ത് ഇരുന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ അതിലൊക്കെ റെക്കോർഡിൽ വരികയുള്ളൂ. എഴുന്നേറ്റ് നിന്ന് സഭയെ അറിയിക്കേണ്ട കാര്യം അവർക്ക് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാൽ അത് റെക്കോർഡിൽ വരും. മറ്റ് ഓഫ് ഹാൻഡ് ആയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു, അതെല്ലാം നമുക്ക്. അങ്ങേപോലെ ഇത്രയും മുതിർന്ന ഒരു അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി, അപ്പം സഭയിൽ ഒരു അംഗം ചോദിക്കുന്ന ചോദ്യത്തിന് അത്തരത്തിലൊരു മറുപടി കൊടുക്കുന്നത് അല്ലെങ്കിൽ മാറി എന്ന് പറയുന്നത് ശരിയാണോ? എങ്ങനെ അത് ഒരു കാരണവശാലും കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലേ അവധി? ഏത്
കുട്ടനാട് MLA ചോദ്യത്തിന് അവധി ഒരു കാരണവശാലും കൊടുക്കില്ല. അല്ല, മുഖ്യമന്ത്രി അത് വിശദീകരിച്ച് കഴിഞ്ഞല്ലോ. മുഖ്യമന്ത്രി വിശദീകരിച്ച് കഴിഞ്ഞല്ലോ. ആ വിശദീകരണത്തിന്റെ പുറത്ത് പിന്നെ എന്തിനാ ഞാനൊരു ഫർദർ വിശദീകരണത്തിന് പോകുന്നത്? അതിന്റെ ആവശ്യമില്ല. മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി അത് അവസാനിച്ചു. മാത്രമല്ല, അത് റെക്കോർഡിലില്ല. നിയമസഭയിൽ റെക്കോർഡിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞാൽ പോരെ? അത് റെക്കോർഡിലും ഇല്ല. പിന്നെ അതിനകത്ത് എന്തിനാണ് ഞാൻ ഫർദറായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വഷളാക്കാൻ ശ്രമിക്കുന്നത്? സ്പീക്കറിന്റെ ചില വാക്കുകൾ പരിഹാസമാവുന്ന ചില പരാതികൾ CPI നേതാവ് K. രാജൻ ഉയർത്തിയിരുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് അവർക്കൊരു താങ്ങാണെന്നാണ് പറയുന്നത്. അല്ലല്ലല്ല, സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു വേദന ഉണ്ടാകാൻ ഞാൻ പറഞ്ഞതേ അല്ല. അദ്ദേഹത്തിന് ഞാനൊന്ന് പ്രോത്സാഹിപ്പിച്ചതാണ്. അദ്ദേഹത്തിന് അത് അറിയുകയും ചെയ്യാം. ഇന്നലെ ശ്രീ രാജനും ഞാനുമായിട്ട് വളരെ വിശദമായിട്ട് സംസാരിച്ചു. അത് നിങ്ങൾ ഈ പറയുന്ന ഒരു പരാതി അദ്ദേഹത്തിനില്ല. ഞാൻ അദ്ദേഹമായിട്ട് വിശദമായിട്ട് സംസാരിച്ചു. ഒരു കാര്യത്തിൽ കൂടി എനിക്കൊരു വിശദീകരണം നൽകണമെന്നുണ്ട്. കാരണം സഭയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ നടക്കുമ്പോൾ നടക്കുന്ന അതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. നിയന്ത്രണത്തിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ സാധ്യമല്ല. ഉമാ തോമസിൻ്റെ പേര് കൂടി അതിനകത്ത് കണക്റ്റഡായിട്ട് വന്നതായിട്ട് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഉമാ തോമസിൻ്റെ സീറ്റിൽ ഇരിക്കുകയാണ്. ഉമാ തോമസ് സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അതിൻ്റെ മുന്നിലൂടെ നടന്നുപോയ ആളുകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് പക്ഷേ ചില ആളുകൾ ഉമാ തോമസിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതൊട്ടും ശരിയല്ല. ഏറ്റവും നല്ല അംഗങ്ങളിൽ ഒരാളാണ് ഉമാ തോമസ് എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. മദ്യനയത്തിന് നികുതിയുമായി ബന്ധപ്പെട്ട് അതിൽ മുങ്ങിപ്പോയോ സഭയിലെ ചർച്ചകൾ? ഏതാ മദ്യത്തിന് നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുങ്ങിപ്പോയോ സഭയിലെ നല്ല ചർച്ചകൾ? അങ്ങനെ തോന്നുന്നുണ്ട്. വരട്ടെ, അത് ഒന്നും മുങ്ങിയിട്ടില്ലല്ലോ. അങ്ങനെ മുങ്ങുന്ന കാര്യമല്ലല്ലോ. സഭയിലെ ചർച്ചകളെല്ലാം അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ മാർഗത്തിൽ പോകും. ഒരു ഗവൺമെൻറ് തുടങ്ങിയതല്ലേ ഉള്ളൂ. അതിന് ഒരു മാസം പോലും അല്ലേ കിട്ടിയിട്ടുള്ളൂ. അതിനേക്കാൾ അപ്പുറത്തായിട്ടില്ലല്ലോ. മുന്നോട്ട് പോകട്ടെ. 5 കൊല്ലം ഉണ്ടല്ലോ. അവർ ഭംഗിയായി പോകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പഴയ ആറന്മുള MLA ഓഫീസ് സംബന്ധിച്ച് ഒരു ശൂന്യത പറഞ്ഞിട്ടുണ്ട്. വലിയ ആൾക്കൂട്ടമാണ് ഈ പുതിയ MLA ഓഫീസ് ആറന്മുളയിൽ. ഉദ്ഘാടനം നടത്താൻ എന്താ തോന്നുന്നു? അബിൻ വർക്കി നല്ല ജനനേതാവല്ലേ. അബിൻ വർക്കി ഇവിടെ വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും ഞങ്ങളുടെ തെക്കും വടക്കും ഒരുപോലെ അംഗീകരിക്കുന്ന നല്ല ജനനേതാവായിരുന്നു. അദ്ദേഹം വരണ്ടയിടത്ത് വന്നെത്തി. ജനങ്ങൾ അതുപോലെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. ഞങ്ങൾ ആ രൂപത്തിൽ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ശ്രീ അബിൻ വർക്കി വളരെ സക്സസ്ഫുൾ ആകും എന്ന് തന്നെയാണ് എൻ്റെ